തിരുവനന്തപുരം മടവൂരിൽ സ്കൂൾ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ച 2ാം ക്ലാസ് വിദ്യാർത്ഥിനി കൃഷ്ണേന്ദുവിൻ്റെ മൃതദേഹം മടവൂർ ഗവൺമെൻറ് LP സ്കൂളിലെത്തിച്ചു. വിവരങ്ങളുമായി കമലേഷ് തെക്കേക്കാട് ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. കമലേഷ്, കൃഷ്ണേന്ദുവിന് സഹപാഠികളും അധ്യാപകരുമൊക്കെ വിട ചൊല്ലുകയാണ്. അന്ത്യനിമിഷങ്ങൾ, അന്ത്യദർശനം, എന്തൊക്കെ വിവരങ്ങൾ? തീർച്ചയായും വലിയ ഒരു ജനാവലി തന്നെയാണ് ഈ മടവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ. അതായത് കൃഷ്ണേന്ദു ഓടിച്ചാടി നടന്നിരുന്ന, കളിച്ചിരുന്ന, പഠിച്ചിരുന്ന ഈ വിദ്യാലയത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. കൃഷ്ണേന്ദുവിന്റെ സഹപാഠികളായ കുട്ടികൾ, അധ്യാപകർ, അതുപോലെ തന്നെ ഈ പ്രദേശത്തെ ആളുകൾ, കുട്ടികളുടെ മാതാപിതാക്കളെല്ലാം തന്നെ സ്കൂളിൽ ഇപ്പോൾ തടിച്ചുകൂടിയിട്ടുണ്ട്. കൃഷ്ണേന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വലിയ കണ്ണീരോടെ അല്ലാതെ നമുക്ക് ഈ കാഴ്ചകൾ കാണാനാവില്ല എന്നതാണ്. കണ്ടമിടറുന്ന നിലയിലല്ലാതെ നമുക്ക് ഈ കാഴ്ച വിവരിക്കാനാവില്ല എന്ന സാഹചര്യം തന്നെയാണ്. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുകാരി മാത്രമായിട്ടുള്ള കൃഷ്ണേന്ദു കഴിഞ്ഞ ദിവസം വൈകിട്ട് 4:15 കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. സ്കൂൾ വിട്ടതിന് ശേഷം സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്നതിനിടെ സ്കൂൾ ബസ്സിന് അടുത്ത് തന്നെ ഉണ്ടായിരുന്ന കേബിൾ തട്ടി കൃഷ്ണേന്ദു താഴെ വീഴുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഡ്രൈവർ കൃഷ്ണേന്ദു വീണ് കിടക്കുന്നത് കണ്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ബസിന്റെ പിൻചക്രം തലയിലൂടെ കയറിയിറങ്ങിയാണ് കൃഷ്ണേന്ദു മരണപ്പെട്ടിട്ടുള്ളത്. ഇന്ന് രാവിലെ പോസ്റ്റ്മോർട്ടം നടപടികൾ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ പൂർത്തിയാക്കി. ഇപ്പോൾ ഈ 5 മിനിറ്റ് മാത്രമേ ആയിട്ടുള്ളൂ ഈ പോസ്റ്റ്മോർട്ടം നടപടി കഴിഞ്ഞ് സ്കൂളിലേക്ക് മൃതദേഹം എത്തിച്ചിട്ട്. ഇപ്പോൾ വലിയ ഒരു ജനാവലി തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. കൃഷ്ണേന്ദുവിന് സ്കൂളിലെ അധ്യാപകരും സഹപാഠികളും കൂട്ടുകാരും എല്ലാം തന്നെ അന്ത്യാഞ്ജലി അർപ്പിക്കുകയാണ്. ഇതിനുശേഷം ഈ സ്കൂളിന്റെ ഏതാണ്ട് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് കൃഷ്ണേന്ദുവിന്റെ വീട്. ഈ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വീട്ടിലും പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷം വൈകിട്ടോടുകൂടി ഉച്ചയ്ക്ക് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. വീട്ടുവളപ്പിൽ തന്നെയാണ് കൃഷ്ണേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. തീർച്ചയായും കമലേഷാണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കൃഷ്ണേന്ദു എന്ന സ്കൂൾ വിദ്യാർത്ഥിനി, 2ാം ക്ലാസ് വിദ്യാർത്ഥിനി ബസ്സിനടിയിൽപ്പെട്ട് മരിക്കുന്നൊരു സാഹചര്യം ഏവരെയും വേദനിപ്പിച്ചതാണ്. ആ കൃഷ്ണേന്ദുവിന് നാടിപ്പോൾ വിട ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. കമലേഷ് തെക്കേക്കാട്, അതായത് പറക്കമുറ്റും മുമ്പാണ് അവൾ പൊലിഞ്ഞു പോയത്. ഒരു പക്ഷേ ആ നാട് മുഴുവൻ അങ്ങനെയും വേദനിക്കും. കാരണം സ്കൂളിനോട് സമീപത്ത് തന്നെയാണ് കൃഷ്ണേന്ദുവിൻ്റെ വീടും. സ്വാഭാവികമായും അത്തരത്തിലൊരു വേദന കൂടി ആ പൊതുദർശന സ്ഥലത്ത് തങ്ങി നിൽപ്പുണ്ട്. ഇപ്പോൾ അവൾ പഠിച്ച, അവൾ വളരാൻ ആഗ്രഹിച്ച, അവൾ അക്ഷരാഭ്യാസങ്ങൾ നടത്തിയ, വിദ്യാഭ്യാസത്തിൻ്റെ വാതായനങ്ങൾ തുറന്ന ആ സ്കൂളിലാണ് അവളിപ്പോൾ അന്ത്യയാത്രയ്ക്കായി കിടക്കുന്നത്, ചേതനയറ്റ ശരീരവുമായി. കമലേഷ്. തീർച്ചയായും അന്ത്യാഞ്ജലി അർപ്പിക്കുന്ന നിലയിലേക്ക്, അത്തരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ പോലും ഇവിടുത്തെ അധ്യാപകർ കഴിയാത്ത ഒരു സാഹചര്യമാണ്. അധ്യാപകരിൽ പലരും കൃഷ്ണേന്ദുവിനെ കാണാൻ കൂട്ടാക്കാതെ ഈ മുറികളിൽ തന്നെ ഇരിക്കുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ കഴിയും. അത്രയേറെ ഒരു സങ്കടം തളംകെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് മടവൂർ ഗവൺമെന്റ് LP സ്കൂളിൽ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുക. വിദ്യാർത്ഥികളിൽ പലരും ഇവിടെ വരിവരിയായി നിന്ന്, കൃഷ്ണേന്ദുവിന്റെ സഹപാഠികളിൽ പലരും വരിവരിയായി നിന്ന് കൃഷ്ണേന്ദുവിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. രാവിലെ തന്നെ നമ്മളിവിടെ എത്തിച്ചേർന്നു. ആ സമയത്ത് തന്നെ, മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ ഈ സ്കൂളിൽ ആകെ ഈ വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും ഈ നാട്ടുകാരും എല്ലാം തന്നെ കാത്തിരിക്കുകയായിരുന്നു. ഏറെ സമയം വൈകി. പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകാൻ ഉദ്ദേശിച്ചതിലും കൂടുതൽ സമയം വൈകി എന്നുള്ളതാണ്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടപടികളെല്ലാം പൂർത്തിയാക്കിക്കൊണ്ട് കൃഷ്ണേന്ദുവിന്റെ ഭൗതിക ശരീരം ഇപ്പോൾ സ്കൂളിൽ എത്തിച്ചിട്ടുള്ളത്. ഈ വലിയൊരു ക്യൂ തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അത്രയേറെ സങ്കടം തളംകെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സ്കൂളിലുള്ളത്. ഏതായാലും ഈ അപകടവുമായി ബന്ധപ്പെട്ട് ഈ ഡ്രൈവർക്കെതിരെ ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അശ്രദ്ധമായി വാഹനം ഓടിക്കൽ അടക്കമുള്ള വകുപ്പുകളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത് എന്നതാണ് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഒരു വിവരം. ഏതായാലും പൊതുദർശനം പുരോഗമിക്കുകയാണ്. സ്കൂളിൽ നിരവധി ആളുകൾ, ചെറിയൊരു ഗ്രാമപ്രദേശമാണ് ഈ മടവൂർ, ഈ സ്കൂൾ നിലനിൽക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
ഈ ഗ്രാമത്തിലെ മുഴുവൻ ആളുകളും ഇവിടെ തടിച്ചുകൂടിയിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിദ്യാർത്ഥികൾ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കണ്ണീർപ്പൂക്കൾ അർപ്പിച്ച് കൃഷ്ണേന്ദുവിനെ യാത്രയാക്കുന്നതിന് വേണ്ടി അവസാനമായി ഒരു നോക്ക് കണ്ട് മടങ്ങുന്നതിന് വേണ്ടി കൂട്ടുകാരെല്ലാം എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം കൃഷ്ണേന്ദുവിന്റെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ പൂർത്തിയാകും. അജിൻഷാ. തീർച്ചയായും കമലേഷ് ആണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ നൽകിയത്. കൃഷ്ണേന്ദുവിന് ആദരാഞ്ജലികൾ, ഹൃദയത്തിൽ കുതിർന്ന ആദരാഞ്ജലികൾ.